ജാതി പറയാതെ നീതി കിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അങ്ങനെ ഒരു നീതി കിട്ടിയില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ജാതി പറയാതെ നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നാളായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും മതേതരത്വം ഈ രാജ്യത്ത് പുലരുന്നില്ല എന്നും കൂടെ പറയേണ്ടി വരും. കാരണം ജാതി പറയുന്നിടത്ത് പലപ്പോഴും വലിയ വിരുദ്ധമായ എതിർ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോഴാണ് ഇവിടെ ഒരു ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഉണ്ടായത്. അത് വെള്ളാപ്പള്ളി നടേശന് നേതൃത്വം കൊടുക്കുന്നതിന് പോലും ഇടവന്ന നായർ മുതൽ നായാടി വരെ എന്ന് പറഞ്ഞ ആ ഒരു മുന്നേറ്റത്തിന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചത് പോലും ഈ മതം പറഞ്ഞപ്പോഴാണ്. ഞങ്ങൾക്ക് 5 മന്ത്രിമാർ വേണം എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പം മതം പറഞ്ഞാലും ജാതി പറഞ്ഞാലും ഒക്കെ ഉണ്ടാകുന്നത് എതിർ ചേരി വേറൊന്നും ഉണ്ടായിത്തീരും. അപ്പം നമുക്ക് ഒരിക്കലും മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഇങ്ങനെ ഈ ജാതി പറഞ്ഞുള്ള ഒരു പോക്ക് എങ്ങോട്ടാണ്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ബേസ് അതാണല്ലോ. അപ്പം SNDP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ജാതി പറഞ്ഞേ പറ്റുള്ളൂ. ജാതിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിന്നോക്കാവസ്ഥയുണ്ടെന്നും ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് SNDP എന്നുള്ള പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. ഒരേ സമയം തന്നെ പിണറായി വിജയനോടൊപ്പം അടുത്ത് ചേർന്നിരുന്ന് എല്ലാ വേദികളിലും ആ വേദി പങ്കിടുകയും CPM-നോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി മോദിയെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ത് നയമാണ്? ഇതാണ് വെള്ളാപ്പള്ളി നയം എന്ന ഒരു പ്രത്യേക നയം. അപ്പം കാണുന്നത് അപ്പാന്ന് വിളിക്കുന്ന നയമാണ്. അതായത് NSS ഈ സമദൂരം എന്ന് പറഞ്ഞിട്ട് ശരിദൂരം എന്ന് പറയുന്നില്ലേ, അതെന്താണെന്നുള്ള നമുക്ക് പിടികിട്ടില്ല. അതുപോലെ ഇതിനകത്ത് എല്ലാവരോടും ഐക്യം എന്ന് പറയുന്ന, എന്നാൽ എല്ലാവരെയും കുത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം ഈ NSSന്റെ നിലപാടായിരുന്നാലും SNDPയുടെ നിലപാടായിരുന്നാലും ഈ NSSന്റെ നിലപാട് നമുക്ക് പണ്ടറിയാവുന്നത് NSS എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺഗ്രസുമായിട്ടൊരു ചേർച്ചയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. NSSന്റെ ഒരു അടുപ്പം എപ്പോഴും കോൺഗ്രസിനോടൊപ്പമായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് സുകുമാരൻ നായർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമദൂരം ശരിദൂരം ഒക്കെ പറയുമെങ്കിലും അതിനകത്ത് അവരുടേതായിട്ടുള്ള ഒരു ശരിതീരത്തിൽ അവരങ്ങ് വോട്ട് ചെയ്തോളായിരുന്നു. അതായിരുന്നു അവരുടെ രീതി. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പരോക്ഷമായിട്ടല്ല, പ്രത്യക്ഷത്തിൽ CPM-ന് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം ഈ സർക്കാരിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഒപ്പം NSSന്റെ നിലപാട് വലുതാണെന്ന് പറഞ്ഞ് CPM-ഉം അവരെ പുകഴ്ത്തി പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഒരു ചർച്ചയിലേക്ക് എത്തപ്പെടുന്നു. കൂടാതെ SNDP അവരോടൊപ്പം തന്നെ, അതായത് വെള്ളാപ്പള്ളി എല്ലാ പിണറായിയുടെ ഇതിലും പിണറായിയെ സ്തുതിക്കുന്നുണ്ട്. പിണറായി ഭക്തിയിലാണ് നടേശനും. അപ്പോൾ ഇവരെല്ലാവരും ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജാതി സമവാക്യങ്ങളെയും സമുദായ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ഹാട്രിക് വിജയം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിജയം മുന്നോട്ട് പോകുന്നത്. കാരണം അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷി അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് ഈ ക്രിസ്ത്യാനികളെ കൂടി, ക്രൈസ്തവ സമൂഹത്തെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോസ് കെ മാണിയുമായിട്ട് ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സഭകളുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇവർ പറഞ്ഞതൊന്നുമല്ല. ഇവർ വിശ്വാസികളെ എന്ത് വിശ്വാസമെന്ന് ചോദിച്ചിരുന്നവരാണ്, എന്ത് അയ്യപ്പൻ എന്ന് ചോദിച്ചിരുന്നവരാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഇനി എന്ത് യേശു എന്ന് ചോദിക്കുന്നവരാണ് ഇനി അടുത്ത ഈ പറഞ്ഞ പോലെ ക്രൈസ്തവരെ കൂട്ടുപിടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അവസരത്തിനൊത്ത് മാറുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന പ്രസ്ഥാനമായിട്ട് CPM അതപ്പതിക്കുന്നു. ഒപ്പം തന്നെ അവരവരുടെ ആവശ്യം, ഈ NSSനാണെങ്കിൽ സുകുമാരൻ നായരുടേതായിട്ടുള്ള എന്തൊക്കെയോ ആവശ്യങ്ങൾ, താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നടേശൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജയിലിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കൂടെ ചേർന്ന് നീക്കാം എന്നുള്ള നയമാണോ സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണോ ഈ പിണറായിയോടൊപ്പം ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് ഓഫറും പിന്നൊന്ന് റിലീഫും. ഈ 2 അപ്പക്കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഓഫർ, ഇന്ന ഗുണം എടുത്തു. ചില കാര്യങ്ങളിൽ ഇന്ന റിലീഫ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ജയിലിൽ പോകാതിരിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളാണ് റിലീഫിൽ പെടുന്നത്. അപ്പോൾ ഇത് 2 സാധനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതീവ തന്ത്രശാലിയാണെന്ന് നമുക്കൊക്കെ അറിയാം. തന്ത്രവും കുതന്ത്രവും എല്ലാം എങ്ങനെ പ്രയോഗിച്ച് അതിനെ ഒരു അടവ് നയമാക്കി മാറ്റി എടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് NSS പലപ്പോഴും അവരുടെ പോളിസി, താങ്കൾ പറഞ്ഞ പോലെ NSSന്റെ പോളിസി ഇതല്ല. മന്നത്ത് പത്മനാഭന്റെ
യഥാർത്ഥ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ NSSന്റെ നിലപാടുമായിട്ട് വളരെ വിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നായർക്ക് പറ്റിയ പണിയല്ല കമ്മ്യൂണിസം എന്നാണ് പറഞ്ഞത്. കാരണം പിന്നെ നായരുടെ ഭൂമിയും സ്വത്തും മുഴുവൻ അടിച്ചു മാറ്റി എടുക്കുക എന്നുള്ളതായിരുന്നു ഈ പിന്നെ പിന്നെ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം തന്നെ അതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് ശരിയുമാണ്. എന്നാൽ നായരുടെ ഭാഗത്തിരുന്ന ഭൂമി മറ്റുള്ളവർക്ക് വിഭജിച്ചു കൊടുത്തിട്ട് അവിടെ കൃഷിയോ മറ്റു കാര്യങ്ങളോ വികസിപ്പിക്കാനും പിന്നെ LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥ. മറ്റേതൊരു ജന്മിയും അല്ലെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് കുറേ ഭൂമിയും കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. വിഭജിച്ചു കൊടുത്തത് നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ വിഭജിച്ചു കൊടുത്തതിനെ പൂർണ്ണമായും പ്രയോജനത്തിലെത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ഫ്യൂഡലിസം വല്ലാതെ അന്ന് തഴച്ചു വളർന്ന ഒരു സാഹചര്യത്തിലാണല്ലോ കമ്മ്യൂണിസം ഇങ്ങനെ കയറി വന്നത്. അതെ. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്തത്. അത് ആ ലക്ഷ്യത്തോടുകൂടിയാണ് അത് അന്ന് അംഗീകരിക്കപ്പെട്ടതുമാണ്. പക്ഷെ ആ അംഗീകരിക്കപ്പെട്ടത് തുണ്ട് തുണ്ടായിട്ട് കുറച്ച് ഭൂമികൾ ആർക്കെങ്കിലും കൊടുത്തിട്ട്, ഇപ്പം ഈഴവരടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനി അടക്കമുള്ളവർക്ക് അന്ന് അതിന്റെ ഭൂമിയുടെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ബെനിഫിറ്റ് പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പിന്നെ ചെയ്യേണ്ടിയിരുന്നതാണ് കൂട്ടുകൃഷി ഉൾപ്പെടെയുള്ള റഷ്യയിലൊക്കെ നടന്നിരുന്ന ആ കൂട്ടുകൃഷി മെത്തേഡുകൾ ഉൾപ്പെടെ സൊസൈറ്റികൾ ഫോം ചെയ്ത്, അതിനൊക്കെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയത്. അത് പിന്നെ അടിച്ചു മാറ്റൽ സൊസൈറ്റികളും പിന്നെ എന്താണോ എന്തിനു വേണ്ടിയാണോ അവർ പണം ഇട്ടത് ആ പണം വിഴുങ്ങിയിട്ട് അവന്റെ കടക്കണിയിലാക്കുന്ന പ്രക്രിയയൊക്കെയാണ് പിന്നെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പിന്നെ ഭൂപരിഷ്കരണത്തിന്റെ യഥാർത്ഥ ഗുണം പോലും കിട്ടാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ ആചാര്യം പറഞ്ഞത് നായർക്ക് പറ്റിയ പണിയല്ല എന്ന് പറയാം, കമ്മ്യൂണിസം എന്ന് പറയും. പക്ഷെ അത് ഇപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴെന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അല്ല, അങ്ങനെ മാറുന്ന തരത്തിലേക്കുള്ള നയങ്ങൾ CPM സ്വീകരിച്ചിട്ടുണ്ടോ? ആ CPMന്റെ നയങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് NSS എത്തിയിട്ടുണ്ടോ? ഇതിനകത്ത് പിന്നെ NSS എന്ന് പറയുന്നത് പെരുന്നയിലിരിക്കുന്ന ഒരു ബോഡിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരും ആണെന്നുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ട്. കാരണം 10 ക്യാബിനറ്റ് മന്ത്രിമാരെ കൊടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെങ്കിൽ ആണ്. പക്ഷെ അതിൻ്റെ ഗുണം യഥാർത്ഥ നായർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് തന്നെയാണ് SNDPക്കുള്ള പ്രശ്നം. SNDPക്ക് പിന്നെ SNDP എന്ന സ്ഥാപനത്തിന് ഈ ഗവൺമെൻറ് തള്ളി പറഞ്ഞിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെയും പൂർണ്ണമായിട്ട് തഴഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പിന്നെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കിയൊക്കെ വെച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെത്തട്ടിൽ വരുന്ന ഈഴവർക്ക് എന്ത് ഗുണം ചെയ്തു എന്ന് നോക്കുമ്പോഴാണ് പ്രശ്നം. അതാണ് ഈഴവർക്ക് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈഴവർക്ക് എന്ത് ഗുണം ബെനിഫിറ്റ് ഉണ്ട്, നായർക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ അത് അങ്ങനെ ബെനിഫിറ്റ് ഇല്ല. ഈ സമുദായത്തിനെ കൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള സമുദായ ആചാര്യന്മാരെന്ന് സ്വയം പ്രഖ്യാപിത ഈ നേതാക്കൾക്കാണ് ഇതിനകത്തുള്ള ലാഭമാണ് അല്ലേ? ഇതിനകത്തുള്ള ലാഭം എന്ന് പറഞ്ഞാൽ അത് സുകുമാരൻ നായർക്കാണെങ്കിലും ശരി, വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ശരി, അവരുടെ ലാഭമാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്താണ് അവർ പറയുന്ന പോലെ ഇപ്പോൾ ഈ ജാതി പറഞ്ഞാലേ നീതി കിട്ടുള്ളൂ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നമ്മുടെ ജാതി പറഞ്ഞ് ഞങ്ങൾ നേടാനുള്ള എല്ലാം നേടിയെടുക്കും അല്ലേ? അതിനപ്പുറം വേറൊന്നുമില്ല. ഈ മോദിയുമായിട്ടുള്ളൊരു അടുപ്പം കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്, മോദിയുമായിട്ടുള്ളൊരു അടുപ്പം. അതിനകത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ റോള് കൂടെ ഭംഗിയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു MP സ്ഥാനമൊക്കെ അടിച്ചു മാറ്റണമെന്നൊക്കെ ഉണ്ടായിരുന്നു, രാജ്യസഭാ സീറ്റൊക്കെ. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോഴും മോദിയെ സ്തുതിക്കുന്നുണ്ട്, ഒപ്പം പിണറായിയെ സ്തുതിക്കുന്നുണ്ട്. ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതാണ് സമദൂരത്തിൽ ശരിദൂരമെന്ന് NSS പറയുന്നത് പോലെ ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ SNDP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിഹ്നം നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുകയും പേര് നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുകയും അതിനോടൊപ്പം മോദിക്ക് സ്തുതി പാടുന്ന വിധത്തിൽ അവിടെയാണ് ഈ മുസ്ലിം ലീഗിനെ അടിക്കുന്നത്. അതിനാണ് ലീഗിനെ കൊണ്ടുവരുന്നത് ഹിന്ദു വർഗീയത എന്നുള്ള ഇതിനും ആ കാർഡ് മോദിക്ക് ഇരിക്കട്ടെ, ജാതി വർഗീയത എന്നുള്ള കാർഡ് മറ്റൊരു വിധത്തിൽ പിന്നെ പിണറായിക്ക് ഗുണം ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് ചിഹ്നം നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കുറച്ച് വോട്ടുകൾ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കും BJPക്കും കൊടുക്കണം എന്നുള്ള ഒരു സൂചനയും അതിനകത്ത്. പേര് നോക്കി വോട്ട് ചെയ്യുക, വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുക, ചിഹ്നം നോക്കി വോട്ട് ചെയ്യുക എന്ന് പറയുക. അപ്പൊ ഇത് സാധാരണക്കാരനായ വോട്ടർ ആകെ കൺഫ്യൂഷനിലായി പോകും. അല്ല, ഈ ഈഴവരും എല്ലാവരും അല്ലെങ്കിൽ ഈഴവരോ നായന്മാരോ ആരോ ആയിക്കോട്ടെ, NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവരുടെ നേതാക്കന്മാർ പറയുമ്പോൾ ചെന്ന് വോട്ട് ചെയ്യുന്നവരാണോ? അത്രയും മണ്ടന്മാരൊന്നും അല്ലല്ലോ. ഇല്ല, പക്ഷേ അതിലൊരു വിഭാഗം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഇംപ്രഷനും ഉണ്ടാവും. പിന്നെ സാധാരണ ഒരു ഈഴവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്ഥാനം പിന്നെ പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ല എന്നൊരു ആശ്വാസം NSSനും ഉണ്ടാവും,
ആ നായന്മാർക്കും ചിലരിലുണ്ട്. നമ്മുടെ പ്രസ്ഥാനവും പറയുന്നു നമുക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നു, അപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മായാജാലമാണ്. അതല്ലേ ഉണ്ടാകുന്നുള്ളൂ. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ സമുദായ ആചാര്യന്മാർ അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതാക്കന്മാർ തട്ടിയെടുക്കുന്ന കൊള്ളപ്പണം പോലെ ഈ പറയുന്ന പാവങ്ങൾക്ക് താഴേക്കുള്ള ഇടയിലുള്ള ഈഴവർ അല്ലെങ്കിൽ നായന്മാരെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ലല്ലോ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആർ ശങ്കറിനെ പോലുള്ള ഒരു നേതാവ് SNDPയിലും മന്നത്ത് പത്മനാഭനെ പോലുള്ള ഒരു നേതാവ് NSSലും ഉണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്താ ചെയ്തെന്നറിയാമോ? അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയതിന് കാരണം അവിടെ ചില കോസ് ഉണ്ട്. ആ കോസുകൾ അവർക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവരുണ്ടാക്കിയത്. അപ്പൊ അതുണ്ടാക്കിയപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ? വർഗീയവാദികൾ. ഇന്ന് RSSനെ വിളിക്കുന്ന അതേ മുദ്രാവാക്യമാണ് ആർ ശങ്കറിനെയും വിളിച്ചത്, മന്നത്ത് പത്മനാഭനെയും വിളിച്ചത്, വർഗീയവാദികൾ. അപ്പൊ ഇവിടെ പിന്നെ ഇവർക്ക് ആർക്കും അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പില്ല എന്നുള്ളതാണ്. ആർ ശങ്കറിന് അതിനുള്ള കെൽപ്പുണ്ടായിരുന്നു, നട്ടലുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭന് അതിനുള്ള കെൽപ്പുണ്ടായിരുന്നു, നട്ടലുണ്ടായിരുന്നു, ത്രാണി ഉണ്ടായിരുന്നു. അവർ രണ്ടിലും കൂടെ ചേർന്നപ്പോൾ വലിയൊരു ശക്തിയാവുകയും ചെയ്തു. ഇനി എന്തായാലും അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. ഇനി അങ്ങനെ സംഭവം ഉണ്ടാകാതിരിക്കാൻ വിമോചന സമരം ഉണ്ടാകാതിരിക്കാൻ ഒക്കെ CPM ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവര് ഡിവൈഡ് ആൻഡ് റൂള് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം അവര് വിരട്ടൽ ആൻഡ് റൂളും എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് അപ്പോഴപ്പോട്ട് വെള്ളാപ്പള്ളി ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വിരട്ടൽ ആൻഡ് റൂള് ആണ് ഈ ഡിവൈഡ് ആൻഡ് റൂളിനേക്കാൾ ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മൂന്നാം വട്ടം കൂടെ ആട്രിക്ക് നേടി CPM അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനി ഭയപ്പെടേണ്ടി വരും CPMന്. അതിന് സ്വാമി അയ്യപ്പനും കൂടെ കനിഞ്ഞാൽ അധികാരത്തിൽ വരും. അല്ലെങ്കിൽ കനിയില്ല, അല്ലെങ്കിൽ അധികാരത്തിലെത്തില്ല. അതെ, സ്വാമി അയ്യപ്പന്റെ കനിവ് കൂടെ കിട്ടേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.